ഈ കല്ലുമുള ഇപ്പോൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷിയൊക്കെ തുടങ്ങിയിരിക്കും ജനങ്ങൾ. ഭയങ്കര വിലയില്ലേ ആണോ? പിന്നെ ഒരുപാടങ്ങാവില്ലേ ഇപ്പോൾ സർക്കാർ തന്നെ ഇവിടെ ഒരു ഇത് തുടങ്ങിയിരിക്കുന്നു. ഇത് കണ്ടാ പൊത്ത് ഇത് വന്നിട്ടുണ്ടായില്ലോ പേര്. ആ പോളിസി ഇതും ഒരു ഗ്രാസ് എന്തോ ഒരു ഗ്രാസ് അംബ്രല്ല ഗ്രാസ്. അംബ്രല്ല ഗ്രാസാ? അംബ്രല്ല ഗ്രാസ് എന്നുണ്ടാകും തോന്നുന്നു. അതെ അതെ. ചെമ്പരത്തി അത് ഒരുമാതിരി റോസാപ്പൂ പോലെ ഒരു ബഞ്ചാണ്. ഓ അതിനെ വിരിയാറായി തൂക്കുന്നു പറയുന്നത്. 2 സ്റ്റെപ്പായിട്ട് ഇതിലെ പോകണം. ഇത് കുറച്ച് കഴിയുമ്പോൾ അതിന് തറവങ്ങുമോ ഗ്രേ ആകും. അരളിയാ? ഭയങ്കര ഫോറസ്റ്റ് അല്ലേ? തേക്കല്ലേ രണ്ടെണ്ണം. ഇതാണ് അതിൻ്റെ ഇതാണ് അല്ല ഈ കണ്ട തൂക്ക് ഇതാണ് അല്ല എന്തോന്നു ഇതിൻ്റെ പേരെന്തുണ്ട്? പേര് പറ. പേരോ? ചെമ്പരത്തി അല്ലേ? ഓക്കെ. 54 വരെ ചെമ്പരത്തി ഉണ്ട്. ഇതൊന്നും പേരറിയാവുന്നത് പേരെല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്ന കൂടെ ഇട്ട് കേൾക്കാം. പേര് മറക്കില്ല. പേര് കൂടെ മറക്കില്ല. ബ്യൂട്ടിഫുൾ. ഇത് ഡാൻസിങ്ങുകൾ വേറെ നമ്മൾ ഷൂട്ട് ചെയ്തു. മുളയുണ്ട, പലതരം മുളകളുണ്ട്. അതെ അത് മുള ഇത് മുള. മുളങ്കുന്നത്ത് കാവ്. നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലേ? ഇത് രണ്ടും ഒരേ ഫാമിലി പെട്ടാണോ? ഇതെല്ലാം ഈ കളി ഇതിന്റെ മഞ്ഞ വെള്ളം വലിയ വെള്ളം പേരൊക്കെ പറഞ്ഞെങ്കിൽ നല്ല രസമായിരുന്നു. പറഞ്ഞു. കമ്പി വേലി കിടപ്പുണ്ട്. അത് വിലക്ക് നമുക്ക് കിട്ടുമല്ലോ. ഇത് കിട്ടും, മേടിച്ചു കൊടുക്കാം. അല്ല ഇവിടുത്തെ പറഞ്ഞിട്ട് പോവാം. ഈ താഴെ എവിടം വരെ ഉണ്ടെന്നാണ്. താഴെ ഈ മുള്ളിവേല് കാണുന്ന അതാ മുള്ളുവേലി അറ്റത്ത് കിടക്കുന്ന ആ വീടിൻ്റെ ഇപ്പുറം വരെ. അതെ. അവിടുന്ന് അങ്ങനെ അങ്ങ് പോകും.
ഇവിടെ മുതൽ കറക്റ്റായിട്ട് അങ്ങോട്ട് നിർത്തും. ഇത് വേറെയാണ്. അല്ല വേറെ അതാണെങ്കിൽ അത് വാങ്ങിക്കാം. അത് മേടിച്ചു തരാം. അതിന് അത്രയും സ്ഥലത്തിന് ഇച്ചിരി വില കൂടുതൽ ചോദിക്കുന്നത് നമ്മുടെ ബഡ്ജറ്റിന് വെളിയിൽ പോകും. പക്ഷേ അത് വാങ്ങിക്കണം. വസ്തു അത് മേടിക്കാം. ഇതിപ്പോ ഒറ്റ ആളിന്റെ വകയാണ്. ഇത് എത്ര? 5 ഏക്കർ. 5 ഏക്കർ അവരുടെ പ്രദേശത്തിന്റെ എങ്കിലും ഒരാളിനെ ഏൽപ്പിച്ചിരിക്കുക, ഒറ്റ ഒരാൾ. അത് കഴിഞ്ഞ് പിന്നെ ബാക്കി അങ്ങോട്ട് താഴെ പിന്നെ നടക്കണം. നടന്നെങ്കിലേ വസ്തു ഇത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് വയലും തൊടിയും കരയും എല്ലാം വരാം. വീട് മുതൽ അങ്ങോട്ടൊന്ന് പോവുക. ഇത് കണ്ട ആ കല്ല് കിടക്കുന്ന പോലെ അത് വേറൊരു ഓരോ ഓഹരികൾ ഉണ്ടായിരുന്നു. ഓരോരുത്തർ കൊടുത്തതാണ് ഓഹരികളായിരുന്നു. അപ്പം കൊടുത്തതിന് ശേഷം ഒരു ഓഹരിയാണ് ഇത്. അപ്പുറത്ത് ഒരു ഓഹരിയാണ്. അവിടെ ഇങ്ങനെ പോവുക. ഇത് ഒരു പാർട്ടിക്ക് മേടിച്ച് 5.5 ഏക്കർ ആറിനകത്ത് വരും. അത് ഒരൊറ്റ ആളുമായിട്ട് സംസാരിച്ചാൽ മതി. നമുക്ക് വേറെ അല്ലല്ല ഉണ്ട്. സംസാരിച്ചുണ്ട്. ഞങ്ങൾ SNDPക്ക് വേണ്ടി ഒരു കാര്യത്തിന് വേണ്ടി അറ്റൻഡ് ചെയ്ത് സംസാരിച്ചത്. അപ്പോൾ അവർക്ക് എന്തൊക്കെയോ ചില കാര്യങ്ങൾ വന്നുകൊണ്ട് പറ്റില്ല. ഞങ്ങൾ 50 ഏക്കറിൻ്റെ ഒരു ബഡ്ജറ്റിനകത്ത് ഞങ്ങൾ അതെന്തുവാന്ന് പറഞ്ഞില്ല. SNDPയുടെ ആളുകളാണ് നമ്മളുമായിട്ട് 2-3 ഒരാളുമായിട്ട് ഇത് ചെയ്താണ്. അതിനുശേഷം ഒരാളുടെ അത് സംസാരിക്കും. കലാം. ഞാൻ രാജമോഹൻ, ചിറയൻകീഴാണ് എൻ്റെ സ്ഥലം. ചിറയൻകീഴ് നമ്മുടെ മറ്റേ ചിറയൻകീഴ് നമ്മുടെ ഡോക്ടറുണ്ടല്ലോ, ക്ഷീരവാണി, അറിയല്ലോ. പിന്നെന്തോ അല്ല, പുള്ളിയും ഞങ്ങളുമായിട്ട് ഇങ്ങനെ പരിചയമൊക്കെ ഉണ്ട്. ക്ഷീരവാണിയായിട്ട് റിലേഷനൊന്നുമില്ല. എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ ചിറയൻകീഴ് ഹോസ്പിറ്റലിൽ 20 കൊല്ലം ഡോക്ടറായിരുന്നു. ശരി. വാസുദേവൻ എന്നാണ് പേര്. പുള്ളി മരിച്ചിട്ട് ഒരുപാട് കാലമായി. ചിറയൻകീഴ് ഹോസ്പിറ്റലിൻ്റെ എല്ലാ ഇതിലും അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞില്ലേ, പ്രായമായ ആളുകൾ 10,000-3000 പേരൊക്കെ വന്ന് താമസിക്കുന്ന ഇടമാകുമ്പോൾ നമുക്ക് ഡെയിലി ഒരു കേസുണ്ടോ. കുന്നുമലയും കയറി വരാനോ അതെ നടക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവരല്ല റിട്ടയർഡ് ലൈഫ്. അതെ, അത് പിന്നെ അവരവിടെ താമസിക്കാൻ തന്നെ അവർ പ്രായമായി വരുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. ഇതിന്റെ താഴെ അടി നിലവാ. അത് ശരി. വെള്ളത്തിനൊന്നും അപ്പോൾ ഒരു കാരണം നിലമായതിൻ്റെ പേരിൽ വെള്ളത്തിൽ കുഴമ്പ് വരുന്നു. അതെല്ലാം കൊടുക്കും. ഇത് വേറെ കാര്യമുണ്ട്. എവിടെ പോയി വസ്തു മേടിച്ചാലും ഈ 5, 5, 6, 7 ഏക്കർ മേടിച്ച് രഹസ്യമായിട്ട് മേടിച്ചതിന് ശേഷമേ പിന്നെ പടിപടിയായി വസ്തു മേടിക്കാവും. ഇല്ലെങ്കിൽ ഇത് എന്തെങ്കിലും ഒരു സ്ഥാപനത്തിന് വേണ്ടി മേടിച്ചെന്ന് പറഞ്ഞാൽ എമൗണ്ട് കൂടും. രഹസ്യമായിട്ട് ഇത് കച്ചവടം ചെയ്തേ പിന്നെ രഹസ്യമായിട്ട് ബാക്കിയുള്ളത് കുറച്ച് മേടിക്കാവും. അങ്ങനെ മേടിക്കാൻ ഒക്കും വസ്തു. അല്ലാതൊന്നും ആദായമുള്ളതുണ്ട്, വസ്തു കെട്ടണം വെച്ചിരിക്കുന്നതുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പരിധി അനുസരിച്ച് പിന്നെ മേടിക്കാൻ ഒക്കും. മേടിച്ചൊക്കെ ഇഷ്ടംപോലെ ഒരു 25 സെൻറ്റ് തറ ഇതിലെ ഒരു ഭാഗത്ത് കൊടുക്കണം. ബാക്കിയെല്ലാം കൊടുക്കും. നമ്മുടെ മോല അത് ഇദ്ദേഹത്തിൻ്റെ കെട്ടിടക്കാരൻ്റെ അത് ഒരു ജ്യേഷ്ഠനാണ്. ഈ പുള്ളിക്കാരൻ്റെ ജ്യേഷ്ഠനാണ്. അപ്പം 25 സെൻറ്റ് തറ ഇതിൽ കൊടുക്കത്തില്ല. തൻ്റെ ഓഹരി വേണമെന്നുള്ള താല്പര്യത്തിൽ അദ്ദേഹം ഇട്ടേക്കുക. പിന്നീട് കിട്ടും. അല്ല, പറയാനുള്ളത് പറഞ്ഞ് നമ്മൾ അത് 25 സെൻറ്റ് തറ കൊടുക്കും. ബാക്കിയെല്ലാം കൊടുക്കും. പറയാതെ ഒരു കാര്യം ചെയ്തിട്ടില്ല. ഇത് വയല കേട്ടോ സാറേ. അതുപോലെ ഇവിടുന്ന് വരുമ്പോൾ അപ്പുറവും വയല. താഴെ ഇവിടുന്ന് ഇത് വയല.
ഇതേ രീതി തന്നെ ചെമ്മതൂരിൽ പറഞ്ഞാൽ ആ തോട്ടം കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്ത് കുറച്ചെണ്ണ മടക്കും താഴെ വയല പിന്നെ അങ്ങോട്ട് കിട്ടും. ഇങ്ങനെ പിന്നെ ഇതിൻ്റെ റോഡ് ഫ്രണ്ടേജിന് ഇച്ചിരി വില കൂടുതൽ കൊടുത്താൽ ഒരുപാട് ഫ്രണ്ടേജ്. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം അപ്പുറത്ത് റോഡാണ്. നമുക്ക് ഇപ്പം ഇത് ഇവിടെ വന്ന് നിർത്തിയപ്പോൾ എത്ര പോയിന്റ് ആയി സാറ്? 1.5 ആവുമോ? 1.5 ആവണ്ട, 1 കിലോമീറ്ററിനകത്ത് വെച്ച് നമ്മൾ വാങ്ങിച്ചു ചേർക്കാൻ പറ്റും. പക്ഷേ അതിനൊക്കെ ഇച്ചിരി വില കൂടുതൽ വരും. അതല്ല ഫ്രണ്ട് ഇത്രയും മതിയെങ്കിൽ പിന്നെ നമുക്ക് ഇതിനകത്ത് അടുത്ത റോഡും കൂടെ അപ്പുറത്തെ റോഡുണ്ട്. അത് അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം മതി. വയലിലെല്ലാം ഒറ്റ വഴിയെന്ന് പറയുന്നത് നമ്മുടെ മൃഗാശുദ്ധി എന്നും പറഞ്ഞൊരു പുതിയപ്പള്ളിയിൽ ഒരു മുരിക്കാലിരിക്കുന്നുണ്ട്. അവിടെ ചെന്ന് വരും. അപ്പുറത്തെ ഈ വസ്തു കഴിഞ്ഞ് ഒരു സ്വല്പം നിലവും കൂടെ മേടിച്ചാൽ അതിലപ്പുറത്തെ റോഡ്. ഏനാണ് എന്തോന്നാണ് വായിക്കും നീ എന്തെഴുതിയിരിക്കുന്നു? എവിടെ അശ്വതി എഴുതിയിരിക്കും? എവിടെ? എന്തോന്നടി എഴുതിയിരിക്കുന്നു? പറ, വായിച്ചാ. എവിടെ എവിടെ ഹാപ്പി എവിടെ എഴുതിയിരിക്കുന്നു? കേക്കാം. ഹാപ്പി ബർത്ത്ഡേ കേൾക്കണം. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. എടുക്കാം പാത്രം പൊട്ടിക്കണോ? കൊള്ളാം.
എന്തോന്ന് പൊട്ടിക്കണം? നീ ഒരു പാട്ട് പാടും. പാട്ടൊന്നും അറിഞ്ഞൂടെ എനിക്ക്? പാട്ടൊന്നും അറിഞ്ഞൂടി പാടൂല്ലേ? അതാ നിന്റെ തെപ്പി പോയ പൊട്ടിയ കേക്കെടുത്ത് തിന്നു. എടുത്ത് തിന്നു. കയ്യിലാവും. ഹെലികോപ്റ്ററിൽ ഇറങ്ങിയതാണ്.